കർത്താവ് നമ്മേവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഷിക്കാഗോ പ്രയർ ലൈനിന്റെ പ്രഭാത മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് പാസ്റ്റർ ഈശോ ജേക്കബ്. കർത്താവിന്റെ ദാസൻ കല്ലുമല കുഞ്ഞുമോൻ അപ്പച്ചന്റെ മകനാണല്ലോ. ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നു. കർത്താവിന്റെ ദാസനെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമുക്കറിയാം, 2 ആഴ്ച മുമ്പ് ജോയ്സ് ജേക്കബ് സിസ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള ആ ചർച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിൽ സംബന്ധിക്കുന്നതിന് കർത്താവിന്റെ ദാസൻ സംബന്ധിച്ചു. അപ്പോൾ ഞാനും അവിടെ കർത്താവിന്റെ ദാസന്റെ കൂടെ പോകുന്നതിനാണ് ക്രമീകരിച്ചിരുന്നത്. എന്നാൽ അത് എനിക്ക് അതിന് കഴിഞ്ഞില്ല. എന്നാലും കർത്താവ് എന്റെ ദാസൻ ഇന്ന് ഈ മീറ്റിംഗിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ വളരെ സന്തോഷം. കർത്താവിന്റെ ദാസന് ശാരീരികമായിട്ട് ചെറിയൊരു പനിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, എങ്കിൽ തന്നെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നല്ലോ. കർത്താവ് എന്റെ വേലയിൽ ഈ ദിവസങ്ങളിൽ ശക്തമായി വർദ്ധിച്ചു വരുന്നതിന് കർത്താവ് തന്റെ ദാസനെ സഹായിക്കട്ടെ. ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ ഈ പ്രയർ ലൈനിൽ വന്ന് തിരുവചനം സംസാരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്ക് വേണ്ടി നമ്മൾ തുടർന്നും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇന്ന് സാക്ഷ്യമായി അല്പം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് സാവകാശമുണ്ട്. ആത്മാവ് നടത്തുന്നത് പോലെ കർത്താവിന്റെ ദാസൻ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. നമ്മൾ ദയവായിട്ട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. കർത്താവെ, നീ എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത 25-30 മിനിറ്റുകൾ കർത്താവിന്റെ ദാസന് തിരുവചനം സംസാരിക്കുന്നതിനായിട്ട് ഉണ്ട്. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. താങ്ക് യു. Praise the Lord. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാമോ? എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എനിക്ക് മാത്രമേ കേൾക്കാൻ കഴിയാതെ ഉള്ളൂ. ഇന്റർനെറ്റ് സ്റ്റേബിൾ അല്ല എന്ന് തോന്നുന്നു. നെറ്റ്വർക്കിന്റെ പ്രശ്നമുള്ള അല്പം ഉള്ളതായി തോന്നുന്നു. കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാം. താങ്ക് യു. ഇന്റർനെറ്റ് പക്ഷേ ഈ ക്യാമറ ഓഫ് ചെയ്യുക. ക്യാമറ ഓഫ് ചെയ്തേരെ. പിന്നെ ഇപ്പോൾ ബാൻഡ് വിത്ത് കുറവാണ്, അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ചെയ്തിട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ ഈ ദിവസങ്ങളിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ നമുക്ക് ദൈവപ്രസാദം സമ്പാദിക്കാം എന്നുള്ളതാണ്. അതിന് മറ്റ് ഉപാധികളൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു വിചാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടല്ലോ. ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമുക്ക് കർത്താവിന്റെ ഇഷ്ടങ്ങളെ സമ്പൂർണ്ണമായി തിരിച്ചറിയുവാനും ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും കർത്താവ് നമ്മെ തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരു ദീർഘമായ പ്രഭാഷണത്തിന് ഞാൻ തയ്യാറാകുന്നില്ല. സമയം വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ നാം ശ്രമം നടത്തുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിയാതെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും എന്നൊരു ചോദ്യം എല്ലാവരുടെ ഉള്ളിൽ വരുന്നത് നന്നായിരിക്കും. ഒരാളിനെ ഇഷ്ടപ്പെട്ടാൽ ആ ആളിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ ആരായുമ്പോഴാണല്ലോ അദ്ദേഹത്തെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പൊ കർത്താവിന്റെ ഇഷ്ടം നിവർത്തിക്കാനായി നാം കർത്താവിനോട് സമീപിക്കുന്നെങ്കിൽ കർത്താവിന്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിയാതെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തനീയമായ വിഷയം. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിനെ ഇഷ്ടപ്പെടുത്തുവാനായി, പിതാവിനെ സന്തോഷിപ്പിക്കുവാനായി എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് അതിന് ഏറ്റവും നമുക്ക് ഉപോത്ബലവുമായ
വിഷയമായി ഞാൻ കരുതുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പ്രസ്താവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൻ എന്നെ അയച്ചവന്റെ ഇഷ്ടം നിവർത്തിച്ചത് കൊണ്ട്, ഞാൻ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ യേശു കണ്ടെത്തിയതായ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി അയച്ച പിതാവിന്റെ ഇഷ്ടങ്ങളെ സമ്പൂർണ്ണമായി നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് നമുക്ക് ഏവർക്കും അറിയാമല്ലോ. ഈ അയച്ച പിതാവിന്റെ ഇഷ്ടങ്ങളെ നിവർത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ താൻ തൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം നീക്കി ആണ് താൻ പിതാവിന്റെ ഇഷ്ടങ്ങളെ നിവർത്തിക്കുവാനായി ശ്രമിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. താൻ ഏറ്റവും അവസാനമായി ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പോലും പ്രാർത്ഥിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്നത് നിർണായകമായ ഒരു പ്രാർത്ഥനയായിരുന്നു. താൻ അനുഭവിക്കുവാൻ പോകുന്ന ത്യാഗത്തിന്റെയും കഷ്ടതയുടെയും തീവ്രമായ രംഗങ്ങളിലേക്ക് പ്രവേശിക്കുന്ന തൊട്ട് മുമ്പ് താൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീങ്ങിപ്പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചുകൊണ്ട് ആ അനുഭവങ്ങളിലേക്ക് താൻ നീങ്ങുന്നതിന് സമർപ്പിതനായി കാണപ്പെട്ടു. ഇത് നമുക്കൊരു മാതൃകയാക്കുവാൻ കൊള്ളാകുന്ന ഒരു നിലപാടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ നാം നമ്മുടെ ഇഷ്ടങ്ങളെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകാതെ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുവാനുള്ള ശ്രമം നടത്തുന്നത് അത് എത്രത്തോളം വിജയപ്രദമാകും എന്നുള്ളത് ശോധന ചെയ്യേണ്ടുന്ന കാര്യമാണ്. നമുക്ക് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിൽ ഇരിക്കുന്നത് പോകാനും പാടില്ല. ദൈവത്തെയും പ്രസാദിപ്പിക്കണം, അപ്പോൾ തന്നെ എല്ലാ കാര്യവും സുഗമമായി നടത്തപ്പെടണം. ഈ ഒരു ധാരണ ക്രിസ്തീയ ജീവിതത്തിന് ചേരുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നാം കർത്താവിനെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ജഡത്തിന്റെ ഇഷ്ടങ്ങളെ നിവർത്തിക്കില്ലെന്ന് റോമാലേഖനമൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നാം ആത്മാവിന്റെ ഇഷ്ടങ്ങളെ നിവർത്തിച്ചാൽ ജഡത്തിന്റെ ഇഷ്ടങ്ങളെ നിവർത്തിക്കാൻ സാധ്യമാകില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ ഇന്ന് വളരെ വിദഗ്ധരാണ്. നമ്മൾ ലോകത്തിന്റെ കാര്യവും ദൈവത്തിന്റെ കാര്യവും നമ്മുടെ സ്വന്തം കാര്യവും ഒക്കെ വളരെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സാങ്കേതിക വിദ്യ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അത് ദൈവത്തിന് എത്രമാത്രം സ്വീകാര്യമായിരിക്കും എന്നുള്ളത് ശോധന ചെയ്യേണ്ടുന്ന കാര്യമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പൗലോസ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ ഈ അടുത്ത കാലത്താണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ചിന്തിക്കുന്നത്. ഡയറക്റ്റ് എഴുതിയിരിക്കുകയാണ്, if you have been raised up with Christ, if then you have been raised up with Christ എന്ന് പറയുമ്പോൾ അതൊരു കണ്ടീഷനാണ്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ആ എങ്കിൽ എന്നുള്ള പദപ്രയോഗം വളരെ പ്രസക്തിയുള്ളതാണ്. എല്ലാവർക്കും ബാധകമല്ല. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയർച്ചയുള്ള തന്നെ ചിന്തിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ വിഷയം വാസ്തവത്തിൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ ഈ ശവസംസ്കാര വേളകളിലൊക്കെ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ മറ്റ് എല്ലാവരെക്കാളും അധമന്മാരാണ് എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വരെ ബ്രദർ, കൊരിന്ത്യർ 1:15 അല്ല, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വാക്യവും പൗലോസിന്റെ ഭാഷ പ്രസ്താവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ പ്രത്യാശ ചിന്തിക്കുകയും ചെയ്യുന്നതും യേശുവിന്റെ വഴിയാണ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് എത്രമാത്രം ഖേദകരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നാം ബോധവാന്മാരാകുക. If we have hoped in Christ in this life only, we are of all men most to be pitied എന്ന് പറയുന്ന സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്, അധമന്മാരാണ് എന്ന് പറയുന്ന ആ പദപ്രയോഗം എത്രമാത്രം നമ്മളെ വേദനിപ്പിക്കാൻ സാധ്യത ഉണ്ട്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇന്ന് നാം ജീവിക്കുന്ന ജീവിത ശൈലിയിൽ കർത്താവ് എത്രത്തോളം അതൃപ്തനാണ് എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ, ക്രിസ്തീയ ജീവിതം തുടങ്ങുന്ന സമയം മുതൽ അവസാനിപ്പിക്കുന്നത് വരെ
ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവഹിത പ്രകാരമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ എല്ലാവരിലും ഭരിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അതൊരു വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവഹിത പ്രകാരമാണെന്ന് നമ്മൾ ധരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ദൈവത്തിന് സമർപ്പിതരായിരിക്കണം. അതല്ലാത്ത പക്ഷം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ സ്വന്തം താല്പര്യത്തിൽ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാനായി നമ്മൾ ശ്രമിക്കുന്നതൊക്കെ പരാജയത്തിലേക്ക് പോയിട്ട്, അല്ലെങ്കിൽ അതൊക്കെ വിജയിപ്പിച്ചിട്ട്, മറുവശമാണ് വിജയിപ്പിച്ചിട്ട് അത് ദൈവം ഞങ്ങൾക്ക് സാധിപ്പിച്ചു തന്നു എന്ന് പ്രസ്താവിക്കുന്ന പ്രസ്താവന. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് സാധിപ്പിച്ചു തരട്ടെ. ഇതെല്ലാം നമ്മളെ സുഖിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പ്രസാദിപ്പിക്കുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ്. വാസ്തവത്തിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വന്തമായ ഒരു ലക്ഷ്യമോ സ്വന്തമായ ഒരു വിജയമോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള എല്ലാവരും ശോധന ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ വേദപുസ്തകം തന്നിരിക്കുന്നത് പോലും നമ്മുടെ പഴയ തലമുറ, ഞാനൊരു കാര്യം കൂടെ വ്യക്തമാക്കട്ടെ, ഈ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ധാരണ ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്, ഐതിഹ്യ കഥാപാത്രങ്ങളാണ് എന്നിങ്ങനെയൊക്കെയുള്ളൊരു ധാരണയുണ്ട്. പ്രിയമുള്ളവരെ, നാം വാസ്തവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം, ഈ പറയപ്പെട്ട കഥാപാത്രങ്ങൾ ആരും ഐതിഹ്യങ്ങളല്ല. അവരൊക്കെ നമ്മളെ പോലെ തന്നെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ ഭൂമിയുടെ പ്രതലത്തിൽ ജീവിച്ചിരുന്നവർ തന്നെയാണ്. അവരെ അങ്ങനെ തന്നെ കരുതുവാൻ നാം തയ്യാറാകുക. ഇപ്പോ നമുക്ക് ഈ കഥാപാത്രങ്ങളും ഈ സ്ഥലങ്ങളും ഒക്കെ ഒരു സാങ്കല്പിക ലോകത്തിലെ കഥാപാത്രങ്ങളും സാങ്കല്പിക ലോകത്തിലെ സ്ഥലങ്ങളുമായിട്ടാണ് പലരും ചിത്രീകരിക്കുന്നതെന്ന് എനിക്ക് അടുത്തിടപഴകുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ കഥാപാത്രങ്ങളും ഈ ദൈവത്തിന്റെ ഇടപെടലുകളും ഒക്കെ യാഥാർത്ഥ്യങ്ങളാണ്, ചരിത്ര സത്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുസ്തകത്തെ ഒരു ചരിത്ര പുസ്തകമായിട്ട്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ചരിത്ര പുസ്തകമായിട്ടാണ് എല്ലാറ്റിലും ഉപരിയായി കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ കഥകളും ഈ സംഭവങ്ങളും എല്ലാം നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് ഞാൻ ഉൾക്കൊള്ളുകയും അത് അനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനായി ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും ഒക്കെ എല്ലാ മനുഷ്യനും അനിവാര്യമാണ്, അതെല്ലാം സംഭവ്യമാണ്. എന്നാൽ അതിൽ തൃപ്തരാകാതെ, അതിൽ ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കാതെ, കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുകയും കർത്താവിന്റെ ഇഷ്ടങ്ങളെ നിവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത പൂർവ്വ പിതാക്കന്മാരെയും മാതാക്കളെയും ഒക്കെ ജീവിതത്തിൽ ഒരു മാതൃകയായി കണ്ടുകൊണ്ട് അവരെ അനുകരിക്കുവാനുള്ള ശ്രമം നടത്തുമ്പോൾ കണിശമായും നമുക്കും ഒരു വിജയ ജീവിതം ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിന് തർക്കമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നമ്മൾ വിവിധ കോണ്ടിനെന്റ്സിൽ ജീവിക്കുന്നവരാണ്. ഭൂഖണ്ഡങ്ങൾ എവിടെയായിരുന്നാലും കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന പന്ഥാവിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കൊരിക്കലും പരാജയം വരികയില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഗഹനമായി ചിന്തിക്കുമ്പോൾ അത് ഓരോരുത്തർക്കും അവരവരുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളിലേക്ക് എത്തപ്പെടാൻ കഴിയും. ഈ പ്രവാചകന്മാരെ അന്വേഷിച്ച് ദൈവേഷ്ടം കണ്ടെത്താനായി ശ്രമിക്കുന്ന ഒരു വിഫല ശ്രമം ഞാൻ പലയിടങ്ങളിലും പെന്തക്കോസ്ത് ലോകത്തിൽ കണ്ടിട്ടുണ്ട്. ഈ ആശങ്ക ഒരു പ്രധാനപ്പെട്ട ശത്രുവാണ്. കർത്താവ് തന്നെ ശിഷ്യന്മാരോടായി പ്രസ്താവിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കണം, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഡു നോട്ട് ബി ആങ്ഷ്യസ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന. അത് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലുള്ള ഗിരിപ്രഭാഷണത്തിൽ അത് മത്തായി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ പല ജീവിത ശൈലിയിലും ജീവിത പന്ഥാവിലും ഈ ആങ്സൈറ്റി ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും തീവ്രമായി പരിശ്രമിക്കുന്ന കാര്യമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ പലരുടെയും ഉള്ളിൽ ഈ ആങ്സൈറ്റി നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങളും ഒരു സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കർത്താവിന്റെ ഇഷ്ടങ്ങളും കർത്താവിന്റെ ആലോചനകളും നമ്മുടെ ഉള്ളിൽ പകർത്തിക്കൊണ്ട് അവയെ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ അത് പാലിക്കാനായി ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും ഈ അനാവശ്യ രോഗങ്ങൾക്കൊന്നും നമ്മുടെ ശരീരത്തിൽ സ്ഥാനം ഉണ്ടാവുകയില്ല. ഞാൻ ഒരു മെഡിക്കൽ ലൈൻ വഴി ചിന്തിക്കാൻ ഇന്ന് പകൽ ഞാൻ തുനിയുന്നില്ല. നമ്മുടെ പല ജഡ സ്വഭാവങ്ങളും നമ്മുടെ ശരീരത്തിലെ പല സെക്രീഷൻസിനും കാരണമാകുന്നു എന്നുള്ളത്
വിദഗ്ധ പഠനങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഗൂഗിൾ നെറ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോ കോപിച്ചാല്, അസൂയപ്പെട്ടാല്, പിണങ്ങിയാല്, ഇങ്ങനെയുള്ള പല വികാര ഭേദങ്ങൾ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ പാൻക്രിയാസും നമ്മുടെ ലിവറും ആന്തരിക അവയവങ്ങൾ പലതും ഓരോ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നതാണ് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പല രോഗങ്ങൾക്കും കാരണക്കാര് നമ്മൾ തന്നെയാണ്. നമ്മൾ ഭക്ഷിക്കുന്ന വിഷാംശങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ സഹജീവികൾക്ക് കൊടുക്കാനായി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പല കാര്യങ്ങളും ലോകത്തോടും ദൈവത്തോടും മനുഷ്യരോടും ഒരു വിശ്വസ്തതയും പുലർത്താതെ, വിപണിയിൽ ലഭിക്കുന്നത് വിപണിയിൽ എങ്ങനെ എത്തുന്നു എന്ന് പോലും ചിന്തിക്കാതെ എന്നും വാങ്ങി ഭക്ഷിച്ചിട്ട് രോഗം വന്നിട്ട് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനകത്ത് അർത്ഥമില്ലെന്ന് കണ്ടെത്തിയ മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എല്ലാ തലങ്ങളിലും സുതാര്യമായിരിക്കണം. കർത്താവിന്റെ ഇഷ്ടങ്ങളോട് കൂടുതൽ സാമീപ്യം പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ഇഷ്ടങ്ങൾ ആരായുക, അത് നിവർത്തിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമായിട്ടും ഞാൻ പരിഗണിക്കുന്നു. ഇത് ആയേക്കും, പ്രാരംഭ ദശയിൽ ഇത് ശ്രമകരമാണ്. പക്ഷെ പിന്നീട് അത് നമ്മുടെ പരിചയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിത സ്വഭാവമായി മാറും എന്നുള്ളതിന് തർക്കമില്ല. ഈ ക്രിസ്തീയ ജീവിതം ഒരിക്കലും പാരമ്പര്യത്തിന്റെ ജീവിതമായിട്ട് ആരും ചിത്രീകരിക്കരുത് എന്നൊരു അപേക്ഷ ഞാൻ പ്രാരംഭമായി വെക്കുകയാണ്. ഈ പാരമ്പര്യത്തിനൊരു ഒരു ഒരു സഹായമുണ്ട്. നമുക്ക് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുള്ള ജീവിതം നയിക്കാനാണ് ഒരുവൻ തീരുമാനിക്കുന്നതെങ്കിൽ അടുത്തത് എന്താണ് എന്ന് നമുക്ക് കണക്കൂട്ടാൻ അവകാശമില്ല. അടുത്ത് സംഭവിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം പുതിയൊരു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവമായിരിക്കാം നാം കടന്നു പോകുവാനായിട്ട് തയ്യാറാകുന്നത്. അങ്ങനെ ഒരു പുതുമകളുടെ ഒരു പശ്ചാത്തലം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടാൽ കണിശമായും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം തയ്യാറായി എന്നുള്ളതിന് തെളിവായിട്ട് ആ രംഗങ്ങളെയൊക്കെ നമുക്ക് ചിത്രീകരിക്കാനും ഉൾക്കൊള്ളുവാനും കഴിയും. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് കർത്താവിൽ ആഗ്രഹിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പരിചയത്തിന്റെ ജീവിതമായി ഞാൻ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ശ്രമിക്കുന്നെങ്കിൽ കർത്താവെ അത് പരാജയപ്പെടുമല്ലോ എന്ന തിരിച്ചറിവ് ആദ്യം ഉണ്ടാകട്ടെ. എന്നിട്ട് പരിചയത്തിന്റെ ജീവിതത്തെക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന പുതിയ പുതിയ പന്ഥാവുകളിലേക്ക് നാം നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ ഒരു ചൈതന്യം അത് വിട്ടുപോകാതെ എന്നും അനുഭവമാക്കുവാൻ കഴിയുമെന്നുള്ളതിന് തർക്കമില്ല. നമ്മൾ പലപ്പോഴും ഒരു ഉദാസീനത എന്ന് പറയാൻ ഒക്കില്ല, ഒരു എന്താ പറയേണ്ടത്, ഒരു തൃപ്തിയില്ലാത്ത ജീവിതം, എല്ലാം കൊണ്ടും ഒരു അനിശ്ചിതത്വം ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ജീവിതം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല, ആ വാക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരു നിസ്സംഗതയുടെ ജീവിതം അത് കാഴ്ചവെക്കാനാണ് പലപ്പോഴും നമുക്ക് ഇടവരിക. പക്ഷെ അതിനേക്കാൾ ഉപരിയായി കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന ഒരു ചൈതന്യത്തിന്റെ ജീവിതമുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് മറന്നു പോയിട്ട് ഇത് പഴക്കം ചെന്ന ഒരു ജീവിതം പോലെ നാം നയിക്കുകയാണ്. ദൈവത്തെ നമ്മൾ പണ്ട് പരീക്ഷിച്ച അതേ നിലയിൽ തന്നെ തുടർന്നും പരീക്ഷിക്കുവാനുള്ള നമ്മുടെ ശ്രമങ്ങൾ പോലും ദൈവഹിത പ്രകാരം അല്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയുന്നില്ല. എന്നെ കേൾക്കുന്ന ആ പ്രിയമുള്ളവരിൽ ആരുടെ മുഖം ഞാൻ കാണുന്നില്ല. ഒരു എംപ്റ്റി സ്ക്രീനാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സംസാരിക്കാനൊരു ചൈതന്യം വരുന്നില്ല. പോട്ടെ, ഞാൻ ജീവനുള്ള മനുഷ്യരുമായിട്ടാണ് കൂടുതൽ ഇടപെടുന്നത്. നിർജീവമായ വസ്തുക്കളോട് സംസാരിക്കുന്ന ഒരു ശീലം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്തത്. എങ്കിലും ഇന്ന് രാവിലെ ചിന്തിക്കാനൊരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെച്ചത് എത്ര പേര് അത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ നമ്മൾ ഈ ചെലവഴിക്കുന്ന സമയം നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിന് ഒരു പ്രചോദനമാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവപ്രസാദം സമ്പാദിക്കാനായി കർത്താവ് എന്ത് ചെയ്തു, ദൈവപ്രസാദം സമ്പാദിക്കാനായി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് പരിശുദ്ധാത്മാവിന് സമ്പൂർണ്ണമായി വിധേയപ്പെടുന്ന ഒരനുഭവം നമുക്കുണ്ടാകും. ഒരു കാര്യം മാത്രം ചെയ്യുക, ഭൂമിയിലെ കാര്യങ്ങളെല്ലാം സെക്കൻഡറി ആണെന്ന് പരിഗണിക്കാനായിട്ട് നമ്മൾ തുടങ്ങുക. ഭൂമിയിലുള്ള കാര്യങ്ങളൊന്നും പ്രൈമറി അല്ല. നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്ന ക്രിസ്തു ജീവിതം അത് നയിച്ചു തീർക്കേണ്ടുന്നത് ദൈവഹിതപ്രകാരവും ദൈവ ആലോചന പ്രകാരവും ആയിരിക്കണമെന്നൊരു നിർബന്ധം നമുക്കുണ്ടാകണം. അതൊരിക്കലും ഈ ലോകത്തിലെ ജീവിതം
നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെ നയിച്ചിട്ട് ദൈവഹിതം സമ്പൂർണ്ണമായി നിറവേറ്റിക്കൊള്ളാം എന്നുള്ളൊരു ധാരണയാകുന്നെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്, അത് അപകടവുമാണ്. ഞാൻ ഇംഗ്ലീഷിൽ പണ്ടൊരു പ്രോവേബ്, ഒരു ചിന്തകൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പുട്ട് യുവർ ഗിയർ ഇൻ ടു ന്യൂട്രൽ ആൻഡ് ദ ലോർഡ് വിൽ ഗൈഡ് യുവർ റെസ്റ്റ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളുടെ സ്റ്റിയറിങ്ങും ഡ്രൈവർ സീറ്റും എല്ലാം കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ ശാന്തമായി കോ ഡ്രൈവറിന്റെ സീറ്റിൽ അഭിപ്രായം പോലും പറയാതിരിക്കുന്ന ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതാണ് ക്രിസ്തീയ ജീവിതം എന്നാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് കർത്താവിന് മുമ്പ് വെക്കാറുള്ളത്. ദൈവത്തിന് മുമ്പാകെ നിർദ്ദേശങ്ങൾ വെക്കാൻ നമുക്ക് അനുവാദമില്ല എന്നുള്ളൊരു ധാരണ നമ്മളെ പ്രാഥമികമായും ഭരിക്കട്ടെ. ദൈവത്തിന് ആരുടെയും നിർദ്ദേശങ്ങളുടെ ആവശ്യമില്ല. ഹീ ഈസ് എ ഗുഡ് എഞ്ചിനീയർ. കർത്താവ് ഭൂമിയെ ശില്പിയായി നിർമ്മിച്ചപ്പോൾ പോലും നമ്മളുടെ ആരുടെ അഭിപ്രായം ചോദിച്ചില്ല. ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന് തുടർന്നുള്ള കാര്യവും ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കുക. ഞാൻ ഒരു കാലത്തിന് മുമ്പ് ജീവിച്ചിരുന്നയാളല്ല, ഇനി ഏതാനും നാളുകൾക്ക് ശേഷം ഞാൻ ഈ ഭൂമിയിൽ കാണുന്നയാളുമല്ല. അപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിലും ഈ പ്രപഞ്ചത്തെ നയിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് എന്നുള്ള ധാരണയുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അല്പം കൂടെ മെച്ചമായിട്ട് ഇതൊക്കെ സംഘടിപ്പിക്കാമായിരുന്നു, ഇതൊക്കെ നടത്താമായിരുന്നു എന്ന് വിചാരിക്കുന്നെങ്കിൽ നമ്മുടെ ഭോഷത്വമാണ്. അത് ദൈവത്തെ നമ്മൾ ചെറുതാക്കുന്നതിന് തുല്യമാണ്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്ത ഈ ദിവസങ്ങളിൽ ഭരിക്കുന്നത് എൻ്റെ പ്രാർത്ഥനയിലൂടെയോ എൻ്റെ പ്രസംഗത്തിലൂടെയോ എൻ്റെ സംഭാഷണങ്ങളിലൂടെയോ ഞാൻ ദൈവത്തെ അതായത് ദൈവത്തെ ഒരു സാങ്കല്പിക ലോകത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പോലും ആ ദൈവം ചെറുതാകരുത് എന്നൊരു നിർബന്ധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മുടെ ദൈവത്തിന്റെ ആസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ ദൈവത്തിന്റെ സർവാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ചെറിയ അണുപോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശവും നിഷ്കർഷയും നമുക്കുണ്ടാകുന്നെങ്കിൽ കണിശമായും നമ്മളുടെ ജീവിതം സുതാര്യമാകും എന്നുള്ളതിന് സംശയമില്ല. അപ്പോ കർത്താവിന്റെ ദാസൻ ഇവിടെ സൂചിപ്പിച്ചു, ദൈവത്തിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് നാം ചിന്തയുള്ളവരാകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാകുക, കൂടുതൽ ബോധവാന്മാരാകുക. ഞാൻ എന്തിനാണ് ക്രിസ്തീയ ജീവിതം ചെയ്യാൻ ആരംഭിച്ചത്? എൻ്റെ കുറെ ഇഷ്ടങ്ങൾ സാധിക്കാനായിട്ടല്ല. എന്നെ അയച്ച എൻ്റെ പിതാവിന്റെ ഇഷ്ടങ്ങളാണ് ഞാൻ സമ്പൂർണ്ണമായി നിവർത്തിച്ചത്. കാര്യം യേശുവിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ കഴിയും. ഏതായാലും 33 വയസ്സ് വരെ ജീവിക്കുന്നുള്ളൂ. നമ്മളങ്ങനാണോ? നമ്മൾ 60-70 വയസ്സ് വരെയൊക്കെ ജീവിക്കാനുള്ള കണക്കൂട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ കർത്താവ് ജീവിച്ചോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ഈ 70 വയസ്സ് വരെയൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കണക്കൂട്ടിലൂടെ ജീവിച്ചെങ്കിലല്ലാതെ ഇത്രയും നാൾ ജീവിക്കാൻ നമുക്ക് കഴിയുമോ എന്ന ചോദ്യവും ഒക്കെ ഒരു ഒഴിവുകഴിവും അല്ലെങ്കിൽ എസ്കേപ്പിസമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. കർത്താവിന്റെ ഇഷ്ടം സമ്പൂർണ്ണമായി നിവർത്തിക്കുവാൻ, കർത്താവെ എൻ്റെ ഇഷ്ടങ്ങളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാതെ വണ്ണം കർത്താവിന്റെ ഇഷ്ടങ്ങളെ നിവർത്തിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളൊരു സമർപ്പണത്തിലേക്ക് നാം നയിക്കപ്പെടാൻ ഇടവരട്ടെ. നാം പ്രതിദാനം ചെയ്യുന്ന സ്വർഗത്തെക്കുറിച്ച് നമുക്കൊരു യഥാർത്ഥ ബോധ്യം ഉണ്ടാകണം. ആ സ്വർഗരാജ്യം നമ്മൾ ഈ വിഭാവനം ചെയ്യുന്ന ഈ ഭൂമിയിലെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് തുല്യമാകയില്ല എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കുക. ഈ കഴിഞ്ഞ ഇടയിൽ നമ്മളുടെ കൺവെൻഷൻ, കല്ലുമല കൺവെൻഷന് നമ്മുടെ കടമനിട്ട ബേബിയപ്പച്ചന്റെ ഒരു പാട്ട് ഞങ്ങള് പ്രത്യേകം എടുത്ത് പാടുകയുണ്ടായി. അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു വരി, ദൈവേഷ്ടം ചെയ്തവർ പൂർണ്ണരായി തീർന്നവർ പാർക്കുന്ന രാജ്യമത്. ദൈവേഷ്ടം ചെയ്തവർ പൂർണ്ണരായി തീർന്നവർ പാർക്കുന്ന രാജ്യമത്. യാതൊരു ശുദ്ധനും മ്ലേച്ഛതയുള്ളവർ ആരും പ്രവേശിക്കില്ല. യാതൊരു ശുദ്ധനും മ്ലേച്ഛതയുള്ളവർ ആരും പ്രവേശിക്കില്ല. ലോകവാസം ആനന്ദമേ, അതു നിത്യം അതിരമ്യം ലോകവാസം ആനന്ദമേ, അതു നിത്യം അതിരമ്യം ആനന്ദമേ.
ഉത്തരേറുശലേം അത്ഭുത പട്ടണം എത്ര മനോഹരമേ. ദൈവത്തിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടും ശോഭന രാജ്യമത്. ദൈവത്തിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടും ശോഭന രാജ്യമത്. ലോകവാസം ആനന്ദമേ, അതു നിത്യം അതിരമ്യൻ ആനന്ദമേ. ലോകവാസം ആനന്ദമേ, അതു നിത്യം അതിരമ്യൻ. ഈ പാട്ട് അല്പം സ്റ്റാൻസ കൂടുതലുള്ള പാട്ടാണ്, എങ്കിലും അതിനകത്തെ പ്രസക്തമായ 2 വരികൾ മാത്രം നിങ്ങളുടെ മുമ്പ് പാടിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പോകുവാനിരിക്കുന്ന രാജ്യം, നമ്മൾ ഇത്ര നാൾ ജീവിച്ച രാജ്യത്തോട് താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്ന ഒന്നല്ല. ആ രാജ്യത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് കർത്താവിന്റെ ഒരു വാക്കിനെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ഞാനൊന്ന് തിരുത്താൻ ശ്രമിക്കാറുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി അവിടെ ഒരു രാജ്യം ചമച്ചുകൊണ്ടിരിക്കുകയാണ്, പണിതുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ അവസാന പണി തീരുമ്പോഴാണ് നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്നൊക്കെയുള്ള ധാരണ. പണി നടക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രതിപാദിച്ച വിഷയം പലരും തെറ്റിദ്ധരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഈ ചെറിയ സദസ്സിൽ ഇത് പറഞ്ഞാൽ എത്ര പേരുടെ തെറ്റിദ്ധാരണ മാറുമെന്ന് ഞാൻ സംശയിക്കുന്നില്ല. ഞാൻ പോകുന്ന എല്ലാ ഇടങ്ങളിലും അത് പറയാറുണ്ട്. അവിടെ ഒരു പണി നടക്കുന്നുണ്ടെന്നുള്ള ധാരണയല്ല, അവിടെയല്ല, പണി ഇവിടെയാണ് നടക്കുന്നത്. ആ പ്രദേശത്തേക്ക്, ആ ഭവനത്തിലേക്ക്, ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യോഗ്യനല്ല. എന്നെ യോഗ്യതയുള്ളവനാക്കുവാൻ എൻ്റെ ഉള്ളിൽ ഒരു പണി നടത്തുന്നുണ്ട്. ആ പണിയാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാകൊണ്ട് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആ നന്മ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുക. ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ നന്മ. അതിൽ കവിഞ്ഞ് ഒരു നന്മയും നമുക്ക് ജീവിതത്തിലില്ല. ഷിക്കാഗോയിൽ പോയാലും, ഡാളസിൽ പോയാലും, ഓസ്ട്രേലിയയിൽ പോയാലും, എവിടെ പോയാലും അതൊന്നും നന്മയായിട്ട് പരിഗണിക്കേണ്ടതില്ല. ഭാരതത്തിൽ ജീവിച്ചാലും അതും നന്മയാണ്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവാണ് നിറഞ്ഞു വരുന്നതെങ്കിൽ, ക്രിസ്തുവിന്റെ സ്വരൂപമാണ് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നതെങ്കിൽ, കൊത്തുപണികളൊക്കെ ചെയ്ത് നമ്മുടെ ഉള്ളിലെ അരൂപിയായിട്ടുള്ള ഭാവങ്ങളൊക്കെ ചെത്തി വെടിപ്പാക്കി നമ്മളെ മിനുക്കിയെടുത്ത് കർത്താവിന്റെ സ്വഭാവത്തോടും കർത്താവിന്റെ പ്രകൃതത്തോടും അനുരൂപപ്പെടുത്തുന്ന ആ ജോലിയിൽ ദൈവം വിജയിച്ചാൽ നമുക്ക് നിശ്ചയമായും ഒരു പുതിയ പശ്ചാത്തലം ഉളവാകുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ആ ഒരവസ്ഥ പ്രാപിക്കുമ്പോഴാണ് ദൈവേഷ്ടം നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായും തികഞ്ഞു വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം അപ്രസക്തമാണെന്ന് എണ്ണുവാൻ ഭക്തന്മാരുടെ ഉള്ളിൽ വിചാരം വരട്ടെ. ഇത് ഞാൻ പറഞ്ഞ ആ തുടക്കത്തിലെ വാക്യത്തിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ മാത്രം മതി. എല്ലാവർക്കും ബാധകമല്ല. അത് നിങ്ങൾ നോട്ട് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള ചിന്തിപ്പാനായി ആഹ്വാനം ലഭ്യമാക്കിയിരിക്കുന്നത് ഒരാൾക്ക് മാത്രമാണ്. ആർക്ക്? ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം. എല്ലാവർക്കും ബാധകമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതില്ല. ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യം നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലിയിൽ നേരിയ തോതിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തുവാൻ ഞാൻ സ്നേഹത്തോടുകൂടി ഈ പ്രഭാതത്തിലും അമേരിക്കയിലുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ സന്ധ്യാസമയത്തും ഞാൻ വിശേഷാൽ ആഹ്വാനം ചെയ്യുന്നു. എളിവനെ ഓർത്തും പ്രാർത്ഥിക്കുക. ഒരു ഇളക്കപ്പെരുപ്പത്തിന്റെ ജീവിതത്തെക്കാൾ ഉറപ്പുള്ളൊരു ജീവിതം കാഴ്ചവെക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ക്രിസ്തു ദൈവത്തിന്റെ പ്രസാദം സമ്പാദിച്ചതുപോലെ ഫിലിപ്പിലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ ആ പാരഗ്രാഫ്, 1-ാം പാരഗ്രാഫിന്റെ അവസാനത്തെ ഭാഗം, അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി എന്ന് പറയുമ്പോൾ നമ്മളോടുള്ള പരിഗണന എത്ര ഘനമായിരിക്കുമെന്നുള്ളത് നാം ചിന്തിക്കുക. ഇത്രയൊക്കെ ചെയ്തു. ദൈവത്തോട് ഉള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ദൈവത്തിന് മുമ്പാകെ തെളിഞ്ഞത് കൊണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി. എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിന് കൊടുക്കുവാൻ ദൈവം ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെയൊക്കെ പരിഗണിക്കണമെങ്കിൽ എന്തുമാത്രം നമ്മുടെ ഭാഗത്ത് വിട്ടുവീഴ്ചകൾ ചെയ്യണം, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എത്രമാത്രം പരിശ്രമം നടത്തണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ അല്പം സമയം കൂടുതൽ എടുത്തുപോയി, ക്ഷമിക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവപ്രസാദം സമ്പാദിക്കാനായി എളിവനെ ഒരു പ്രാവശ്യം കൂടി പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു.
കർത്താവ് നമ്മെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവർ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന. കർത്താവിന്റെ ദാസന് വളരെ ശാന്തനായിട്ട് പറഞ്ഞുവെങ്കിലും എത്ര ആഴമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുന്നത്. ദൈവഹിതത്തിനായി മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന, മുൻതൂക്കം കൊടുക്കുന്ന ഒരു ജീവിതം നയിക്കുന്നതിനെ കുറിച്ചാണല്ലോ കർത്താവിന്റെ ദാസൻ പറഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും എന്തുവാ, നമ്മുടെ ഇഷ്ടം പറഞ്ഞു കൊടുക്കുക ദൈവത്തോട് എന്തുവാ ചെയ്യേണ്ടതാണെന്നുള്ളത്. നമുക്കറിയാം, കൊച്ചുദേശിയുടെ പാട്ട് എന്താണ്? ദൈവം എന്റെ ഹിതമല്ല നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ ആയിത്തീരണമേ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു പാട്ടാ. നമുക്കറിയാം, പൗലോസിന്റെ പ്രാർത്ഥനകളൊക്കെ നോക്കിയാൽ എന്താണ് പൗലോസ് പറയാണ്, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ദൈവഹിതത്തിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. പിന്നെ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തില് എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി രാപ്പകൽ പ്രാർത്ഥനയിൽ പോരാടുക. എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ജോലി കിട്ടാനും നിങ്ങൾ നല്ലതായിട്ട് വരാനും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനും വേണ്ടിയാണ്. അല്ല, ദൈവഹിതം സംബന്ധിച്ച് നിങ്ങൾ തികഞ്ഞവരും പൂർണ്ണ നിശ്ചയമുള്ളവരും ആകേണ്ടതിന് അവൻ രാപ്പകൽ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തുവാ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തുവാ? കർത്താവേ, നിന്റെ ഹിതം ഒന്ന് കാണുന്നതിനും അത് നിലനിൽക്കുന്നതിനും അത് ചെയ്യുന്നതിനും വേണ്ടി എന്നെ സഹായിക്കണം, എൻ്റെ ഉമ്മാനെ സഹായിക്കണം, എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമുക്ക് ബാഹ്യമായിട്ട് യാക്കോബ് പുസ്തകം പറയുന്ന പോലെ നിങ്ങളുടെ സുഖഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് നിങ്ങൾ ഓരോന്ന് യാചിക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവഹിതം ഇന്ന് എന്തുവാ നമ്മൾ കേൾക്കുന്നത്? ആളുകൾ അടിച്ചു കൂടുന്ന ചർച്ചകൾ എന്താണ്? നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, അനുഗ്രഹത്തിന് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെതാണ്, അതെല്ലാം കർത്താവിന്റെ മക്കൾക്ക് തരാനായിട്ട് വെച്ചിരിക്കുക. പെട്ടെന്ന് പോര്, എല്ലാ അനുഗ്രഹവും കിട്ടും. നമ്മളിങ്ങനെ പരിമിതമായിട്ട് ജീവിക്കേണ്ടവരല്ല. നമ്മൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ലോകം സൃഷ്ടിച്ചത് കർത്താവാ, നമ്മുടെ പിതാവാ, അതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാ. ഇങ്ങോട്ട് പോരെ, എല്ലാം കിട്ടുമെന്ന് പറയുന്നിടത്തോട്ടാണ് ആളുകൾ തടിച്ചു കൂടുന്നത്. അത് കേൾക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. എന്നാൽ ദൈവഹിതം നമുക്കറിയാം, ദൈവഹിതം പലപ്പോഴും നമ്മുടെ ഹിതത്തിന് ഘടകവിരുദ്ധമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിന് നേരെ വിപരീതമായിട്ടുള്ളതാണ് ദൈവഹിതം. കർത്താവിന്റെ ജീവിതത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, ദൈവപുത്രനായിരുന്നിട്ട് തന്നെ, ദൈവമായിരുന്നിട്ട് തന്നെ എന്താണ് കർത്താവിന് ഇഷ്ടമില്ലാത്തതാണ് ദൈവഹിതമായിട്ട് ചെയ്യേണ്ടി വന്ന് കഴിയുമെങ്കിൽ പിതാവെ ഈ പാനപാത്രം നീക്കണമേ, എന്റെ ഹിതമല്ല. അപ്പൊ കർത്താവിന്റെ ഹിതം ആ പാനപാത്രം തന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. എന്നാലും എന്റെ ഹിതമല്ല നിന്റെ ഹിതമാണ് എന്റെ ജീവിതത്തിൽ നടക്കേണ്ടതെന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. ജീസസ് തിയോളജിക്കലായിട്ട് ഇങ്ങനെ പറയും, ജീസസ് റിമൂവ് ദ കപ്പ് ബൈ ഡ്രിങ്കിങ് ഇൻ, നോട്ട് ബൈ ഗോയിങ് അവേ ഫ്രം ഇറ്റ്. കർത്താവ് ആ പാനപാത്രം നീക്കി അങ്ങനെ അതിൽ നിന്ന് ഓടിപ്പോയല്ല, അത് കുടിച്ചുകൊണ്ടാണ് ആ പാനപാത്രം തന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് നീക്കിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവഹിതം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നതിന് തന്നെ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എങ്ങനെയാ ദൈവഹിതം നമ്മൾ മനസ്സിലാക്കുന്നത്? ദൈവഹിതം നമ്മുടെ കൂടെ ഉള്ള ഒരാളിന്റെ ഹിതം നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? മറ്റൊരു വ്യക്തിയുടെ ഹിതം നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആ ആളിനോടൊപ്പം സമയം ചെലവഴിക്കുമ്പോഴാണ്, കൂടുതൽ സമയം ചെലവഴിക്കുമ്പോഴാണ് ആളിന്റെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോഴാണ്. പൗലോസ് പറഞ്ഞതാണ്, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. അങ്ങനെ അതിന്റെ അർത്ഥം എന്താ? ഇടവിടാതെ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ തന്നെ സമയം ചെലവഴിക്കുക. ഈ ദാവീദ് പറയുന്നത് എന്താണ്? നിന്റെ സാന്നിധ്യം വിട്ട് ഞാൻ എവിടേക്ക് പോകും? ഞാൻ എവിടെ പോയാലും നിന്റെ സാന്നിധ്യം, വിദൂരമായ മരുഭൂമിയുടെ വിജനതയിൽ പോയാലും, സമുദ്രത്തിന്റെ അഗാധതയിൽ പോയാലും, പർവ്വതത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ പോയാലും നിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. അതാണ്, ആ സാന്നിധ്യത്തിൽ എപ്പോഴും ഇരിക്കുമ്പോഴാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുമ്പോഴാണ് നമുക്ക് ദൈവഹിതം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ 1990 സമയങ്ങളിൽ ബാംഗ്ലൂരില് നമുക്കറിയാം, എക്യുമെനിക്കൽ ക്രിസ്ത്യൻ സെന്ററിന്റെ സ്ഥാപകനായിരുന്ന റവറന്റ് എം എ തോമസ്, അദ്ദേഹം മാർത്തോമാ സഭയിലെ ഒരു അച്ഛനായിരുന്നു. പിന്നീട് സ്വന്തമായിട്ട് വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ച ഒരു മഹൽ വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം ഒരു വർഷം ചെലവഴിക്കുന്നതിന്, അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നതിന് എനിക്ക് അവസരം ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കും, അദ്ദേഹം സംസാരിക്കും, പല കാര്യങ്ങളും ഉപദേശിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടിലൊരു വേലക്കാരിയുണ്ട്, തമിഴത്തിയോ മറ്റോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാന് ഇവിടെ ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് ഒന്ന് നോക്കിയാൽ മതി, നോക്കുന്ന ഉടനെ ആ വേലക്കാരിക്ക് അറിയാം എന്താ എനിക്ക് ആവശ്യമെന്ന്. ഉടനെ അത് ചെയ്യും. ഒന്ന് ചായ ആണെങ്കിൽ അത് കൊണ്ടുവരും, അല്ലെ വേറെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അത് ചെയ്യും എന്ന് പറഞ്ഞു. അതായത്
ദൈവം നമ്മെ ഒന്ന് നോക്കുമ്പോൾ അത്രമാത്രം ഒരു ബന്ധമുള്ളതുകൊണ്ട്, സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നത് കൊണ്ട് ആ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാം. നമുക്കറിയാം, ഭാര്യ ഭർത്താക്കന്മാര് 10-30 വർഷമൊക്കെ ഒരുമിച്ച് ജീവിച്ചു കഴിയുമ്പോൾ ഭർത്താവിന് എന്താ വേണ്ടതെന്നുള്ളത് ഭാര്യയ്ക്കറിയാം. ഭർത്താവിന് എന്താ വേണ്ടതെന്നുള്ളത് ഒന്നും പറയണ്ട. ആ സമയത്ത് ആ വേണ്ട ഹിതം മനസ്സിലാക്കി, അത് എന്തുകൊണ്ടാണ് ഒരുമിച്ച് ധാരാളം സമയം ചെലവഴിക്കുമ്പോൾ ആ ഹിതം മനസ്സിലാക്കി. ചിലപ്പോൾ ഒരാൾ ഒരുമിച്ച് ജീവിച്ചാലും ഒരു ഹിതം മനസ്സിലാകാത്തവർ കാണും, എനിക്കറിയാം. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുമ്പോഴാണ് ദൈവഹിതം നമുക്ക് മനസ്സിലാക്കാനും അത് ചെയ്യാനും നമുക്ക് കഴിയും. നമുക്കറിയാം, കർത്താവ് അധികാല തിരുട്ടോടെ എഴുന്നേറ്റ് ഒരു നിർജ്ജന പ്രദേശത്ത് എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. ആ ദൈവഹിതം മനസ്സിലാക്കാനും അതിൽ നിലനിൽക്കാനും കർത്താവ് എത്രമാത്രം പ്രാർത്ഥനയിലായിരുന്നു. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള ആ രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥിച്ചെന്നാണ്. കർത്താവ് ദൈവം തന്നെയായിരുന്ന കർത്താവ്, ദൈവപുത്രനായിരുന്ന കർത്താവ് അത്രമാത്രം പ്രാർത്ഥിച്ചെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നിലനിന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ബലഹീനരായ നമ്മൾ എത്രമാത്രം ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ നിൽക്കണം. കർത്താവ് പറഞ്ഞ എന്താണ്? ശിഷ്യന്മാരും ആഹാരമൊക്കെ മേടിച്ചോണ്ട് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്. ചിലപ്പോൾ അവര് വിചാരിച്ചു എന്നാൽ വേറെ ആരാണ്ട് വല്ല ചപ്പാത്തി എന്തുവാ കുബൂസൊക്കെയാണല്ലോ അവർ കഴിക്കുന്നത്, അതൊക്കെ മേടിച്ചോണ്ട് കൊടുത്തതായിരിക്കും എന്ന് വിചാരിച്ചു. അവർക്ക് മനസ്സിലാകുന്നില്ല. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കും അങ്ങനെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ അങ്ങ് പോവുകയാണ്. അതായത് നമ്മുടെ ശ്രദ്ധ ഈ ഭൗതിക കാര്യങ്ങളിലാണ്. അതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. ഈ ശിഷ്യന്മാരുടെ ശ്രദ്ധ ആദ്യ സമയത്ത് ഭൗതിക കാര്യങ്ങളിലാണ്. അവരെന്താ വിചാരിച്ചത്? കർത്താവിൻ്റെ കൂടെ പോയാല് കർത്താവ് മശിഹായ, അപ്പം രാജ്യം ഈ യഥാസ്ഥാനപ്പെടുത്തും. അതായത് ഈ റോമൻ സാമ്രാജ്യമൊക്കെ തകർത്ത് ഈ നമ്മുടെ ഇസ്രായേലിൽ വീണ്ടും സ്ഥാപിക്കുമ്പം ഞങ്ങൾക്ക് വല്ല മന്ത്രിയോ ഒക്കെ ആകാം എന്നുള്ള ചിന്തയിൽ അവർ കൂടിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ സെബദി മക്കള് അവര് വന്ന് പറഞ്ഞ അതാണല്ലോ, യാക്കോബും യോഹന്നാനും എടുത്ത് മലത്തിയിരിക്കുന്ന രാജാവായിട്ട് വരുമ്പോൾ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അവരുടെ ചിന്ത അതായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയായിരുന്നത്. ഇന്ന് നമുക്ക് തന്നെയാണ്. നമ്മൾ ഈ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നമുക്ക് എന്തോ കിട്ടും, സുവിശേഷ വേലയ്ക്ക് പോയാലും എനിക്കെന്തോ കിട്ടും, എന്റെ കുടുംബത്തിന് എന്തോ കിട്ടും എന്നുള്ള ചിന്ത പോകുമ്പോൾ നമുക്ക് ഈ ദൈവ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കർത്താവ് പറഞ്ഞത് എന്താണ്? എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. എനിക്ക് ഈ ബാഹ്യമായിട്ടുള്ള ആഹാരമൊക്കെ വേണം, എന്നാൽ തന്നെ അതല്ല എന്റെ ശരിയായിട്ടുള്ള ആഹാരം. എന്താണ്? എന്നെ അയച്ചവന്റെ ഹിതം അറിയുന്നതും അയച്ചവന്റെ ആ പ്രവൃത്തി തികയ്ക്കുന്നതുമാണ് എന്റെ ആഹാരം എന്ന് കർത്താവ് പറഞ്ഞല്ലോ. അത് പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിനോടുകൂടെ ഉയർത്ത് അവർക്ക് മാത്രമേ ഇതൊക്കെ ബാധകമുള്ളൂ. അല്ലാത്തവരെ ഇത് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അനുഗ്രഹം ഇവിടെ ഉണ്ട്, വന്നാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടുന്നതും ഒക്കെ അങ്ങനെയുള്ളവര്. യഥാർത്ഥമായിട്ട് ക്രിസ്തുവിന്റെ ഭാവമുള്ളവര് കർത്താവ് ജീവിച്ച പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിട്ട്, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തവരായിട്ട് നമുക്ക് ജീവിക്കാം. ഈ കർത്താവ് ഈ നമ്മൾ വായിക്കുന്ന പോലെ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ ചിന്തിപ്പിൻ എന്ന് പൗലോസ് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം, എന്നാൽ അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാതെ ദൈവികമായിട്ടുള്ള ആ ദൈവഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദൈവഹിതം എപ്പോഴും നമ്മുടെ ഹിതത്തിന് എതിരാണെന്നുള്ളതാണ് സത്യം. ആ കർത്താവ് പറഞ്ഞതെല്ലാം കൗണ്ടർ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലോകത്തിന് വാല്യൂ സിസ്റ്റത്തിന് നേരെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവിന്റെ ജീവിതശൈലിയും കർത്താവ് ചെയ്തത്. അതുകൊണ്ട് ഈ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ, കർത്താവെ നിന്റെ ഹിതം എൻ്റെ ജീവിതത്തില് ആയിത്തീരണമേ. നിന്റെ ഹിതത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു. പലപ്പോഴും നമ്മുടെ ഹിതം ആണ് നമ്മൾ ചെയ്യുന്നത്, അത് മാറ്റി വെച്ച് കർത്താവിന്റെ ഹിതം ചെയ്യുന്നതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. കർത്താവിന്റെ ദാസനെ കർത്താവ് ദിവസങ്ങളിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ചെയ്യുന്ന ശുശ്രൂഷകളെ അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് കർത്താവ് സഹായിക്കട്ടെ. ചെയ്യുന്ന ശുശ്രൂഷകളെ ഓർത്ത് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ഒപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിൽ വളരെ സന്തോഷം. ഷിക്കാഗോ പ്രേരണയുടെ പേരിലുള്ള സ്നേഹം, സന്തോഷം, നന്ദി പ്രകാശിപ്പിക്കും.